ആരാ വന്നേ? വന്നതാണോ പോയതാണോ? വന്നതല്ലേ. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ, ശരി. OJT-യുടെ കാര്യം മറക്കരുത് കേട്ടോ. സർട്ടിഫിക്കറ്റിൻ്റെ കാര്യേ മിസ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഇനി നോമ്പൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവരാണെങ്കിൽ അപ്പോൾ, അല്ലെങ്കിൽ അല്ലാത്തവർ വരുമ്പോൾ OJT-യുടെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചെങ്കിൽ ചെയ്തോളാം കേട്ടോ. ഏപ്രിൽ മാസമായിരിക്കും നമുക്ക്, ഏപ്രിൽ ഒരു മാസം അതായിരിക്കും നമ്മൾ OJT-ക്ക് വേണ്ടി മാറ്റി വയ്ക്കണത്. കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ മാസത്തിലാണ് OJT-ക്ക് വേണ്ടി മാറ്റി വെച്ചത്. അപ്പോൾ അതായത് ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 31 വരെയുള്ള ദിവസങ്ങളിൽ OJT ആയിരിക്കും. അപ്പോൾ നമ്മളത് സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഇടുമ്പോൾ നിങ്ങൾ ആ ഡേറ്റ് ഇട്ടിട്ട് വേണം അത് കാണിക്കാനായിട്ട് കേട്ടോ. പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ്? വോള്, പില്ലറ്, സീലിംഗ് തുടങ്ങിയ കെട്ടിട ഭാഗങ്ങളെല്ലാം പ്ലാസ്റ്റിക് മോർട്ടാർ തേച്ച് മുടി മിനുസപ്പെടുത്തുന്നതിന് പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നു. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വോളിനെയാണ് കേട്ടോ. മിനുസപ്പെടുന്നതിന് പ്ലാസ്റ്ററിങ്ങിൻ്റെ ആവശ്യകത താഴെ പറയുന്നവയാണ്. അപ്പോൾ പ്ലാസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താ? ചുമരുകളായിക്കോട്ടെ, തൂണുകളായിക്കോട്ടെ, പില്ലർ മറ്റേ സീലിംഗ് ആയിക്കോട്ടെ, കെട്ടിടത്തിൻ്റെ ഏത് ഭാഗം വേണമെങ്കിലും ആയിക്കോട്ടെ, അവിടെ നമ്മൾ നമ്മുടെ മോർട്ടാർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സർഫസിനെ നമ്മൾ മിനുക്കിയെടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്റ്ററിങ് എന്ന് നമ്മൾ പറയുന്നത്. മോർട്ടാർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സർഫസ് മിനുസപ്പെടുത്തി എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ആവശ്യകത എന്നാണ് ചിലപ്പോൾ ചോദിക്കാം. പർപ്പസ് ഓഫ് പ്ലാസ്റ്ററിങ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം എന്താണെന്നുള്ളത്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ പോലും നമ്മളതൊന്ന് നോക്കാം. കെട്ടിടത്തിൻ്റെ പുറം ഭാഗങ്ങളിലേക്ക് മഴവെള്ളം ആഗിരണം ചെയ്യപ്പെടുന്നത് ഒഴിവാക്കുന്നു അല്ലേ? ചുമരിലേക്ക് വെള്ളം ഒഴുകി പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ പ്രതലം കൂടുതൽ ഭംഗിയുള്ളതും മിനുസമുള്ളതുമാകുന്നു. മിനുസമുള്ള പ്രതലത്തിൽ പൊടിപടലങ്ങൾ ഒട്ടിപ്പിടിക്കില്ല എന്നാണ് പറയുന്നത്. കുറച്ച് സോഫ്റ്റായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് സോഫ്റ്റായിട്ട് മാറുന്നു. പ്രതലം പ്രതലം എന്ന് ഉദ്ദേശിക്കുന്നത് സർഫസാണ് കേട്ടോ. സർഫസ് പ്രാണികളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ തേച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ എന്താ, തേക്കാതെ കിടക്കുന്ന ചുമരിൻ്റെ അകത്ത് ഇൻസെക്റ്റുകളൊക്കെ, ഈ വേട്ടാളനൊക്കെ പോലുള്ള ഇതൊക്കെ വന്ന് കൂട് കൂട്ടാനുള്ള സാധ്യതകളും, ഉറുമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്ന്, പ്രാണികളൊക്കെ വന്ന് കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. അഡ്വാൻറ്റേജസ് പറയുന്നത് എന്താണ്? കെട്ടിട ഭാഗങ്ങളുമായിട്ട് ഒട്ടിച്ചേരുന്ന വസ്തുവായിരിക്കണം. അതുപോലെ തന്നെ കാലാവസ്ഥാ മാറ്റം ഉണ്ടാകുമ്പോൾ അടർന്നു പോകരുത്. പ്രവൃത്തി ചെയ്യാനായിട്ട് പറ്റുന്ന, അതായത് നമുക്കത് ഈ മിക്സ് ചെയ്തിട്ട് പ്ലാസ്റ്ററിങ് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പിന്നെന്താണ്? ബലമുള്ളതും ഈട് നിൽക്കുന്നതുമായിരിക്കണം. വിലക്കുറവുള്ളതായിരിക്കണം. അതുപോലെ നീരാവി, അതായത് ഇതിനെ ആഗിരണം ചെയ്യാത്ത വസ്തു ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരു എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്ററിങ്ങിൻ്റെ ഗുണം എന്നതിനേക്കാൾ ഉപരി നമ്മളിതിൽ ഉപയോഗിക്കുന്ന മോർട്ടാറിനും അത് ബാധിക്കുന്ന കാര്യമാണല്ലേ. അതായത് കെട്ടിട ഭാഗങ്ങളുമായിട്ട് അത് സെറ്റാവുന്നതായിരിക്കണം എന്ന്. കെട്ടിടത്തിൽ നമ്മളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിൽ സെറ്റാവുന്നതായിരിക്കണം. പിന്നെന്താ? കാലാവസ്ഥ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ, കാലാവസ്ഥ ഈ മഴയും വെയിലും മഞ്ഞും മാറി മാറി വരുന്നതിനനുസരിച്ചിട്ട് അത് എന്തുണ്ടാവാൻ പാടില്ല? അടർന്നു പോകാനായിട്ട് പാടില്ല. പിന്നെന്താണ്? നമുക്കത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം എന്ന്. അപ്പോൾ ഒരുപാട് വലിയ കട്ടയും ഇതും ഇതൊക്കെ ഉള്ള സാധനങ്ങളാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്ററിങ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നൈസായിട്ടുള്ള പൗഡർ ഫോമിൽ കിട്ടുന്നത് കൊണ്ടാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ പ്രവൃത്തി ചെയ്യാൻ പറ്റുന്ന വസ്തു ആയിരിക്കണം. പിന്നെന്താണ്? ബലമുള്ളതും ഈട് നിൽക്കുന്നതുമായിരിക്കണം. നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെന്താ വെച്ചാൽ കോസ്റ്റ്ലി, അതായത് കോസ്റ്റ് കുറവായിരിക്കണം അല്ലേ. നമുക്ക് ഫിനാൻഷ്യലി അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളത് ആയിരിക്കണം. പിന്നെന്താ? നീരാവിയെ ആഗിരണം ചെയ്യാത്ത വസ്തു ആയിരിക്കണം. മോട്ടാറിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് എന്തുണ്ടായിരിക്കണം? നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവണം.
ഈ എന്താ പറയുക, ഗുണങ്ങളല്ലാത്ത കാര്യങ്ങളും പറയുന്നുണ്ട്, അത് ഉണ്ടാവാനായിട്ട് പാടില്ല. അതാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുണ്ടാവില്ലേ നമ്മൾക്ക്, കാരണം ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ പറ്റും. ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ വെറുതെ വിടരുത്, നിങ്ങൾ എന്തെങ്കിലും അവിടെ എഴുതി വെക്കണം കേട്ടോ. അടുത്തെന്താണ് പറയുന്നത്, വിവിധ തരം പ്ലാസ്റ്ററിംഗ് മോട്ടാറുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിവിധ തരം പ്ലാസ്റ്ററിംഗ് മോട്ടാർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ലൈം മോട്ടാർ, സിമൻറ്റ് മോട്ടാർ, ലൈം സിമൻറ്റ് മോട്ടാർ, വാട്ടർ പ്രൂഫ് മോട്ടാർ. ഇപ്പോൾ നോക്കിയാൽ ഇതിപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ നമ്മൾ എവിടെ പഠിച്ചതാണ്? മോട്ടാർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ തന്നെയാണ് നമുക്ക് ഏകദേശം 90% നമുക്കിതിൽ വരുന്നത്. ഓരോ മോട്ടാറിനെ കുറിച്ചും പറയുന്നുണ്ട്. തുല്യമായ അളവിൽ ലൈം മോട്ടാറിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണല്ലേ. ലൈം മോട്ടാറിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ സിമെൻറ്റിന് പകരം ലൈമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലൈം എന്താണെന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. സിമെൻറ്റ് മോട്ടാർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളതിൽ സിമെൻ്റാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ബൈൻഡിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സിമെൻ്റാണ്. ലൈം മോട്ടാറിൽ നമ്മൾ ലൈമാണ്. ലൈം സിമെൻറ്റ് മോട്ടാറിൽ ലൈം സിമെൻറ്റും കൂടി എന്താ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെന്ന് പറയുമ്പോൾ അതിന് ഗേജ്ഡ് മോട്ടാറെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് മോട്ടാർ. അപ്പോൾ ഇങ്ങനെ 4 രീതിയിലാണ് നമുക്ക് മോട്ടാറുകൾ വരുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ലൈം മോട്ടാറിനെ കുറിച്ച് നമുക്കറിയാം എന്തൊക്കെയാണ്. നമ്മൾ തുല്യമായ അളവിൽ ലൈമും പൂഴിയും മോട്ടാർ മില്ലിൽ പൊടിച്ചാണ് ലൈം ഉണ്ടാക്കുന്നത്. ഫാറ്റ് ലൈമാണ് നമ്മൾ കൂടുതൽ നല്ലത്. ഫാറ്റ് ലൈമിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. കാരണം അതിൽ 70% കാൽസ്യം ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു. കാൽസ്യം ഓക്സൈഡ് അന്തരീക്ഷത്തിലെ CO2 വെള്ളവുമായിട്ട് ചേർന്ന് CaCO3 അതായത് കാൽസ്യം കാർബണേറ്റായി മാറുന്നതിനാൽ ഇത് വേഗം സെറ്റാകുന്നു. ഹൈഡ്രോളിക് ലൈം പതുക്കെ മാത്രം സ്ലേക്ക് ചെയ്യുന്ന വസ്തുവായതിനാൽ പ്ലാസ്റ്ററിങ്ങിനെ ഉപയോഗിച്ചാൽ അതെന്ത് ചെയ്യും? പൊങ്ങി വരാനായിട്ട് ഇടയാകുന്നു. പ്ലാസ്റ്ററിങ്ങിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാനായിട്ട് ഗുഗാൽ എന്ന ഒരു തരം പശ 1.6 kg/m³ എന്ന നിരക്കിൽ മോട്ടാറിൽ ചേർക്കാറുണ്ട്. ഗുഗാൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷമാണ് മോട്ടാറിൽ ചേർക്കുന്നത്. ഹമ്പ് എന്ന കയർ നാരുകൾ 1 kg/m³ എന്ന നിരക്കിൽ ചേർക്കുന്നതും ഗുണകരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലൈം മോട്ടാറിനെ കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അല്ലേ. അത് നമ്മൾക്കറിയാം. ലൈം നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ. ലൈം നമ്മൾ പഠിച്ചതാണ്. കാൽസ്യം കാർബണേറ്റ്, ശുദ്ധമായ കാൽസ്യം കാർബണേറ്റായ കല്ലുകൾ എടുത്ത് നമ്മൾ കാൽസിനേഷൻ നടത്തി അല്ലേ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കി കിട്ടുന്ന പ്രൊഡക്റ്റാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈം എന്ന് പറയുന്നത്. ഇതിലെ വെള്ളം ഒഴിച്ചിട്ടും ഇതൊക്കെയാണ് നമ്മൾ അതിനെ പൗഡർ ഫോമിലേക്കും പേസ്റ്റ് രൂപത്തിലേക്കും നമ്മൾ ലൈമിനെ മാറ്റുന്നത്. അത് നമ്മൾ ഫാറ്റ് ലൈമിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ നമ്മൾ കളക്ഷൻ ഓഫ് ലൈം സ്റ്റോൺ, കാൽസിനേഷൻ ഓഫ് ലൈം സ്റ്റോൺ, സ്ലേക്കിംഗ് ടു ബേൺ ലൈം, ഈ 3 പ്രോസസ്സാണ് ഒരു ലൈമിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സുകൾ വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. അതിൽ ഇപ്പോൾ സ്ലേക്കിംഗ് എന്ന് പറയുന്ന വാക്ക് ഇതിൽ വേണ്ട വേഗം സെറ്റാവുന്നു. ഹൈഡ്രോളിക് ലൈം പതുക്കെ മാത്രം സ്ലേക്ക് ചെയ്യുന്ന വസ്തുവായതിനാൽ പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിച്ചാൽ അത് എന്താണ് പൊങ്ങി വരാനായിട്ട് ഇടയാവുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ പ്ലാസ്റ്ററിങ്ങിൽ വിള്ളലുകൾ ഒഴിവാക്കാനായിട്ട് നമ്മളൊരു ഗുഗാൽ എന്ന് പറയുന്ന ഒരു തരം പശ, അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഗുഗാൽ എന്ന് പറയുന്ന ഒരു തരം പശ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. 1.6 kg/m³ എന്ന നിരക്കിൽ നമ്മളിത് മോട്ടാറിൽ ചേർക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഗുഗാൽ എന്ന് പറയുന്ന ഈ പശ 1.6 കിലോ ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ഹൈറ്റ്, അങ്ങനെ വരുന്ന ആ സൈസിൽ എത്ര 1.5 കിലോ ഗുഗാൽ പശ നമ്മൾ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന് വേറൊരു പേരുണ്ടോ? ഇംഗ്ലീഷിൽ വേറെ പേരുണ്ടോ നോക്കണം കേട്ടോ, നോക്കിയിട്ട് പറയാം. അപ്പോൾ ക്യൂബിക് മീറ്റർ എന്ന നിരക്കിൽ നമ്മൾ മോട്ടാറിൽ ചേർക്കാറുണ്ട്. ഈ പശ വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷമാണ് മോട്ടാറിൽ ചേർക്കുന്നത്. ഹമ്പ് എന്ന കയർ നാരുകൾ നമ്മളിവിടെ ഇതിൽ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഏതിലെ ലൈം മോട്ടാറുകളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ലൈം മോട്ടാറിൽ ലൈമിനെ കുറിച്ച് മാത്രമല്ല അവർ പറയുന്നത്, അതിൽ ഈ ലൈം മോട്ടാറിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന മറ്റ് മെറ്റീരിയൽസുകളെ കുറിച്ച് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ വരുന്നതാണ് സിമെൻറ്റ് മോട്ടാർ. അതായത് ഒരു ഭാഗം സിമെൻറ്റും 4 ഭാഗം വൃത്തിയുള്ള പരിപരുത്ത പൂഴിയും നന്നായി കൂട്ടിച്ചേർത്ത ശേഷം വെള്ളം ചേർത്ത് മോട്ടാർ. സാധാരണ സിമെൻറ്റ് മോട്ടാർ നമുക്കറിയാമല്ലേ, സിമെൻറ്റും മണലും വെള്ളവും കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? സിമെൻറ്റ് മോട്ടാർ.
കിട്ടും. പിന്നെന്താണ് പറയുന്നത്? ലൈം സിമെൻറ്റ് മോട്ടാർ. സിമെൻറ്റ്, ഫാറ്റ് ലൈം, പൂഴി. അതായത് സിമെൻറ്റും ലൈമും മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നതിനെയാണ് സിമെൻറ്റ് ലൈം മോട്ടാർ. അതിൻ്റെ റേഷ്യോ പറയുന്നുണ്ട് 1:1:6, 1:1:8, 1:1:8 എന്ന റേഷനിൽ കൂട്ടിച്ചേർത്തിട്ടാണ് ലൈം സിമെൻറ്റ് മോട്ടാർ ഉണ്ടാകുന്നത്. ഇപ്പോൾ 1:1 എന്ന് പറയുമ്പോൾ 1 സിമെൻറ്റ്, 1 ലൈമ്, 6 മണൽ. ഇങ്ങനെയാണ് നമ്മളതിനെ പറയുന്നത്. അടുത്ത എന്താ? വാട്ടർ പ്രൂഫാണ്. ഒരു ഭാഗം സിമെൻറ്റും 2 ഭാഗം ഓ ഇത് റെക്കോർഡല്ലേ? ആ സ്ക്രീന് മുന്നോട്ട് പോകുന്നില്ല. ഇല്ല അല്ലേ? ഒരു മിനിറ്റ് കേട്ടാ.